ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് റെയിൻ ലില്ലികൾ നമുക്ക് കൂടുതൽ മഴ കഴിയുമ്പോഴാണ് വിരിയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നൈട്രജനാണ് അവർക്ക് വിരിയാൻ വേണ്ടി ഏറ്റവും ആവശ്യം. സോ അതുകൊണ്ടാണ് ഈ റെയിൻ ലില്ലികൾ മഴ കഴിയുമ്പോൾ വിരിയാറുള്ളത് കേട്ടോ. അപ്പോൾ റെയിൻ ലില്ലി കാണിച്ചു തരാം. അപ്പം അത് പലർക്കുള്ള ഡൗട്ടാണ്, ചേട്ടാ ഈ അല്ലെങ്കിൽ നമുക്ക് പറയാറ് റെയിൻ ലില്ലികൾ എന്തുകൊണ്ടാണ് മഴ കഴിയുമ്പോൾ വിരിയുന്നുണ്ട്. അത് കുഞ്ഞ് നമുക്ക് കുറേ കളേഴ്സ് നമ്മളിലുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അവിടെ നമുക്ക് ഇറപ്പൊക്കെ കഴിഞ്ഞാൽ ഇതെല്ലാം പല വെറൈറ്റീസാണ്. കൂടുതൽ അറിയാൻ വേണ്ടി എൻ്റെ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇതുണ്ട്. ഇതെല്ലാം നമുക്ക് കൂടുതൽ നൈട്രജൻ്റെ ഒരു ആവശ്യമുള്ളതുകൊണ്ടാണ് അവർ ഈ ഒരു സമയത്ത് വിരിയാൻ കാരണം. പിന്നെ വൈറ്റാണ്, വൈറ്റിൽ നോർമൽ വൈറ്റ് അല്ല, ഇത് കുറച്ച് വലിയ ഫ്ലവറുള്ള വൈറ്റാണ് കേട്ടോ. ഇതിലൊക്കെ നിറച്ച് പൂക്കളുണ്ട്. അവിടെ ഒരു വൈറ്റൊക്കെ നിന്ന് കോഴി കൊത്തിക്കൊണ്ട് പോയിരുന്നുണ്ട്. അങ്ങനെ കോഴികളൊക്കെ ഇടയ്ക്ക് പണി തരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചോപ്പാണ്. തുറയടാ എൻ്റെ കസ്റ്റമേഴ്സിന് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ വേണ്ടി തുറന്നു. പാവം കണ്ടാ, ഇത് വിരിഞ്ഞാറായില്ല, കുറച്ചുകൂടെ ഒന്ന് സൈസ് ആവാനുണ്ടായിരുന്നു. ഓക്കെ, ഇത് നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. നീ അടഞ്ഞില്ലേ പാവം. ഓക്കെ, ഇത് കുറേ കളേഴ്സ് നമ്മളിലുണ്ട്. ഇവിടെയൊക്കെ കുറേ നിൽപ്പുണ്ട്. എല്ലാം എപ്പോഴും ഫ്ലവർ കിട്ടില്ല. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഏകദേശം ഉള്ളത് ഫ്ലവറായി. ഇപ്പം കുറച്ച് നല്ല കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റിയിരുന്നേ ഉള്ളൂ. അപ്പം ഇതിനിപ്പോൾ ഇങ്ങനെ ഫ്ലവേഴ്സ് കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് നൈട്രജൻ ആവശ്യമുള്ള മഴ സമയത്ത് നമുക്ക് പ്രകൃതിയിൽ നോർമലി നൈട്രജൻ നമുക്ക് ഭൂമിയിലേക്ക് എത്തും. അങ്ങനെയാണ് ഇവ കൂടുതൽ ഫ്ലവർ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ റെയിൻ ലില്ലി നമ്മളെല്ലാം ഒരു 10-30 കൂടുതൽ വെറൈറ്റി റെയിൻ ലില്ലി ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്തുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അരുൺ ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ.